ഞങ്ങളുടെ പരാജയവുമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു പരിശോധനയാണ് ഞങ്ങൾ നടത്തിയത്. അതിൽ ആദ്യം പറഞ്ഞ ഈ ഭാഗം, ദേശീയ രാഷ്ട്രീയം മുതൽ ഉൾപ്പെടെയുള്ള ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആശ്വാസ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ രൂപപ്പെടുത്തി വളർത്തിയെടുത്ത ഒരു ജനകീയമായ പശ്ചാത്തലമുണ്ട് കേരളത്തിൽ. ദാരിദ്ര്യം പരിപൂർണമായി അവസാനിപ്പിക്കാനുള്ളൊരു ഇടപെടൽ, എല്ലാവർക്കും ഒരു ശരാശരി മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബദലായി രാജ്യത്തിൻ്റെ മുമ്പിലുണ്ട്. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷവും കഴിഞ്ഞ കുറച്ച് കാലമായി എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം കേരള വിരുദ്ധമായ സമീപനമാണ്. കേരളത്തെ സാമ്പത്തികമായി തകർക്കുക, അതുവഴി മാത്രമേ ഈ സേവന മേഖലയിലുള്ള പ്രവർത്തനം നിർത്തിവെക്കാൻ സാധിക്കുള്ളൂ എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്, അതിന് പിന്തുണ നൽകുന്ന UDFൻ്റെയും BJPയുടെയും കേരളത്തിലെ സമീപനം, ഇതിന് പൂർണ്ണമായിട്ടും പിന്തുണ നൽകിയ UDF MPമാരുടെ നിലപാട്, ഇതെല്ലാം ചേർത്ത് ജനങ്ങൾക്ക് കൃത്യതയോടുകൂടി നൽകേണ്ടുന്ന നിരവധി കാര്യങ്ങൾ, പെൻഷൻ ഉൾപ്പെടെ, അധ്യാപകർക്കും ജീവനക്കാർക്കും നൽകേണ്ടുന്ന DA ഉൾപ്പെടെ നിരവധി കാര്യങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോന്നോരോന്ന് പറയാം, കണ്ടെത്താം. ഞാനിതെല്ലാം ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ നൽകേണ്ടിയിരുന്ന നിരവധി അവരുടെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യതയാർന്ന രീതിയിൽ നൽകാനായില്ല എന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ് എന്നെല്ലാം പറയാമെങ്കിലും ജനങ്ങൾ അനുഭവിക്കുന്നത്, അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൻ്റെ പ്രതിഫലനവും ഈ വോട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതേപോലെ നമുക്കെല്ലാം അറിയുന്ന രീതിയിൽ കേരളത്തിൻ്റെ തനത് വരുമാനം മറ്റു ചില സംസ്ഥാനങ്ങളെപ്പോലെ, ഇപ്പം തമിഴ്നാടിനെ പോലെയൊന്നും വലിയ വരുമാനം കേരളത്തിന് ഇല്ല. നല്ല ശ്രമം ഗവൺമെൻറ് നടത്തിയതുകൊണ്ടാണ് ട്രഷറി ഒന്നും പൂട്ടിപ്പോവാതെ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇത് പരിശോധിച്ചപ്പോൾ സ്വയം വിമർശനവുമായിട്ട് ഞങ്ങളൊരു കാര്യം കണ്ടു. ഇതെല്ലാം ചേർന്ന് ഉള്ള സന്ദർഭത്തിലും ഞങ്ങളുടെ ധാരണ കേരളത്തിൽ ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. അല്ല, ഇതെല്ലാം ഞങ്ങൾ ആദ്യം കണ്ടത് തന്നെയാണ്. എന്നാൽ ഇതെല്ലാം ഉള്ളപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ധാരണ. അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയിൽ അതാണ് കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തനം കാര്യക്ഷമതയോടെ മുന്നോട്ടേക്ക് നീക്കാൻ നമുക്ക് കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഓരോന്നും വരുമ്പോഴും വലതുപക്ഷ മാധ്യമങ്ങൾ എടുത്ത നിലപാടും വളരെ പ്രധാനമാണ്. ഞാൻ മുമ്പേ പറയുന്നത് പോലെ നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു നിലപാട് ഗവൺമെൻറ്റിനും പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെല്ലാം എതിരായിട്ടുള്ളതാണ്.
പിണറായിയെ ഒറ്റതിരിച്ച് കടന്നാക്രമിച്ച് വ്യാപകമായ കള്ളപ്രചാരവേലയിലൂടെ ഒരു ഇമേജ് തന്നെ തകർക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് UDF-ഉം വലതുപക്ഷ മാധ്യമങ്ങളും എത്രയോ കാലമായിട്ട് ശക്തിയായി നടത്തി വരുന്നത്. അതിപ്പോഴും തുടരുകയാണ്. CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വ കേന്ദ്രം എന്ന നിലയിൽ പിണറായിയെയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്യുക, പാർട്ടി നേതൃത്വത്തെ ടാർഗറ്റ് ചെയ്യുക, ഈ നിലപാടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ കുറെ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രചരണങ്ങൾ ഒരു പരിധിവരെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. മാധ്യമധർമ്മം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തതിന് പകരം വർഗപരമായ വീക്ഷണത്തോടുകൂടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല, ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല യഥാർത്ഥത്തിൽ വലതുപക്ഷ തീവ്ര ശക്തികളെയാണ് സ്വാധീനിക്കുന്നത് എന്നും മാധ്യമ ശൃംഖലയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവണമെന്നാണ് ഞങ്ങൾക്ക് ബിസിനസ് പറയാനുള്ളത്. BJP-യുടെ ജനകീയ വളർച്ച തടയുന്നതിനുതകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ മതരാഷ്ട്രവാദത്തിനെതിരായ ശക്തമായ പ്രചരണവും സംഘടിപ്പിക്കാൻ സാധിക്കണം.